ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വെണ്ടയ്ക്ക പച്ചടിയാണ്. അതിന് വേണ്ടി വെണ്ടയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കാം. അധികം നൈസാക്കരുത്, കുറച്ച് കട്ടിയിൽ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക വഴറ്റുമ്പോൾ അതിലേക്ക് പച്ചമുളക് മാത്രമാണ് ഞാൻ അതിലേക്ക് ചേർക്കുന്നത്. 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ 3 പച്ചമുളക് ഇതിലേക്ക് ചേർക്കുന്നു. ഇതും രണ്ടും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അടി കരിയാതെ തന്നെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റി പച്ചപ്പൊക്കെ പോയി വെണ്ടയ്ക്കയിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങ 1/4 മുറി തേങ്ങയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 സ്പൂൺ ജീരകം, നല്ല ജീരകമാണ്, ചെറിയ ജീരകം 1/4 സ്പൂൺ ചേർക്കുന്നു. 1/4 സ്പൂൺ കടുക്. അപ്പോൾ ഞാനിതിൽ തേങ്ങ ചെരുകിയപ്പോഴേ അത് കൊത്തായിപ്പോയി. തേങ്ങയ്ക്കൊക്കെ ഒരുപാട് വില ആയതുകൊണ്ട് അത് കളയാനും തോന്നിയില്ല. അപ്പോൾ ഞാൻ അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി വെള്ളത്തിന് പകരമായിട്ട് തൈര്, നമ്മൾ എത്രത്തോളം തൈര് ഇതിലേക്ക് നമുക്ക് പുളി ആവശ്യത്തിനുള്ള പുളിക്ക് പറ്റിയ തൈര് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ വെള്ളത്തിന് പകരമായിട്ട് തൈര് ചേർത്ത് ഈ കൂട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി വെണ്ടയ്ക്ക വാടി വരുമ്പോൾ ഇതിലേക്ക് ആ അരപ്പൊന്ന് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. കണ്ട, അധികം വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് നമ്മൾ തിളയ്ക്കാനൊന്നും വയ്ക്കുന്നത്, ചൂട് കയറി തിള വരുമ്പോൾ തന്നെ ഇത് ഇറക്കി വയ്ക്കണം. തിളയ്ക്കാൻ അധികം തിളച്ചത് കഴിഞ്ഞ് പിരിഞ്ഞു പോകും. അതുകൊണ്ടൊന്ന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിള വരുമ്പോൾ തന്നെ ഒന്ന് ഇറക്കി വയ്ക്കുക. ഉപ്പും ചേർക്കണം. ചൂടായി തിള വരേണ്ട താമസമേ ഉള്ളൂ. കറി റെഡിയാണ്. ഇതിലേക്ക് കടുക് വറുത്തിടാം. കടുക്, ഉലുവ, കറിവേപ്പില, വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും കൂടി ചേർക്കാം. ഇതിലേക്ക് താളിച്ചൊഴിക്കുക. ചോറിന് കറിയൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. തൈരും വെണ്ടയ്ക്കയും ഉണ്ടായിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്. ആർക്കും ഇഷ്ടപ്പെടും. ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.